റാവുത്തറെ ജയിലിൽ നിന്ന് വിട്ടേ, പറവൂർ റാവുത്തറെ ജയിലിൽ നിന്ന് വിട്ടേ, വിട്ട് ജയിലിൽ നിന്ന് വിട്ട്, റാവുത്തറെ ജയിലിൽ നിന്ന് വിട്ട്. അന്നാണത് ഞാൻ കണ്ടതാണ്, ജയിലിൽ നിന്ന് റാവുത്തർ വരണ്ട്. എടാ ഇരുമ്പിയോടെ എന്താടാ? എടാ റാവുത്തർ വരുന്നെന്ന്, അയാളെ കോടതി വെറുതെ വിട്ടുന്നത്. എല്ലാ അമ്മമാരും കൂടെ പറഞ്ഞിട്ടാ ഞാൻ അയാൾക്കെതിരെ സാക്ഷി പറഞ്ഞത്. കൊടുക്കാൻ ഞാൻ മാത്രം ആകരുത്, പറഞ്ഞേക്കാം. വട്ടപ്പള്ളി കുഞ്ഞാപ്പി, കുഞ്ഞാപ്പി, എടാ കുഞ്ഞാപ്പി, ആൻഡോ ജപ്പാറേ, എടാ റാവുത്തർ വരുന്നു, ഇറങ്ങി വാടാങ്ങോട്ട്. ജോണേ എന്താണ്ടാ? ഫ്രാങ്ക റാവുത്തർ, അയാള് രണ്ടും കൽപ്പിച്ചാ വന്നിരിക്കുന്നത്, പകരം വീട്ടാൻ. ശുക്കൂറേ, ജോർജ്, തങ്കച്ച, എടാ വേണപ്പാ ഇറങ്ങി വാടാ. എടാ നീയൊക്കെ ഇങ്ങനെ പേടിച്ചകത്ത് കയറി ഇരിക്കുന്ന അയാൾക്ക് തരം. എടാ അയാളെ പോലെ നീ ഞാനും ഇവിടുത്തെ താമസക്കാരാ. അയാൾക്ക് മാത്രമല്ല ഇവിടെ ജീവിക്കാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട്. വാടാ. റാവുത്തറെ, എന്നോട് ക്ഷമിക്കണം റാവുത്തറെ, ഞാൻ അറിയാണ്ട് ചെയ്തു പോയതാ. എന്നെ ഒന്നും ചെയ്യരുത്, എന്നെ ഒന്നും ചെയ്യരുത്. മര്യാദയ്ക്ക് അവനെ വിട്. നിങ്ങളെ ജയിലിലാക്കിയിട്ട് ഇവിടെ ഒരു നേതാവാൻ നോക്കിയിട്ടില്ല. ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ട് നിങ്ങൾ ഈ കോളനിലെ ആളുകളെ വെട്ടമെന്നാ പിന്നെ എന്ത് ചെയ്യണം? നോക്കിക്കണോ? ഇതൊക്കെ അവന്മാരുടെ പണിയാ. ആ മൂസാ സേട്ടുന്റെ അയാളുടെ വക്കീലിനെയും നമ്മളെ തമ്മി തല്ലിക്കാൻ. നമ്മളെ തമ്മി തല്ലി ചാവുമ്പോ ബാക്കിയുള്ള അവർക്ക് കുടി ഒഴിപ്പിക്കാമല്ലോ. ഞങ്ങളീ പറയണമെന്ന് തനിക്ക് വിശ്വാസമില്ലെങ്കിൽ വാ, നമുക്ക് തമ്മി തല്ലി ചാവാം. വാ വാ റാവുത്തരെ, കൊല്ലാനാണെങ്കിലും ചാകാനാണെങ്കിലും വാ. ഓടാൻ
ഇനി ഇവിടെയുള്ള എല്ലാരോടും കൂടിയാ പറയണത്. ഇന്നു മുതൽ എന്റെ പിരിവ് എനിക്ക് നേരിട്ട് തന്നോളണം. നിങ്ങൾ ജോണിനോ ശ്രാങ്കിനോ വട്ടപ്പള്ളിക്കോ കൊടുക്കണത് ഒന്നും എനിക്കറിയണ്ട. എന്റെ കാശ് മുടങ്ങാതെ എനിക്ക് കിട്ടണം. ഇനി ആ സേട്ടുന്റെയോ വക്കീലിന്റെയോ ആളുകൾ ഇതിനകത്ത് വരില്ല. അവിടെ നിന്നുള്ളൊരു നിഴൽ പോലും ഇതിനകത്ത് വീഴില്ല. അങ്ങനെ ആരെങ്കിലും വന്നാൽ പിന്നെ അവൻ ജീവനോട് ഇവിടുന്ന് തിരിച്ചു പോവില്ല. റാവുത്തറാണ് പറയുന്നത്. റാവുത്തർ. എടോ ജോസഫേ, താനല്ലേ പറഞ്ഞത് ഇവിടെ വലിയ ബഹളോ പ്രശ്നമൊക്കെ ഉള്ള സ്ഥലമാണെന്ന്? ഇവിടെ ഒരു പ്രശ്നമില്ലല്ലോ. നല്ല പ്രശാന്ത സുന്ദരമായ സ്ഥലം. അതൊക്കെ ഇവിടെ റാവുത്തർ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവൻ അകത്തായതുകൊണ്ടാ. അവനൊന്ന് പുറത്തിറങ്ങട്ടെ, അപ്പൊ തുടങ്ങില്ലേ വെട്ടും കുത്തും ബഹളമൊക്കെ. എത്രയായി? ഒരു 20 പേരെങ്കിലും അവൻ തട്ടി. എത്രയായി? 30 രൂപ. 30 രൂപ? ഇവിടെ വരെ 30 രൂപ? 20 രൂപയ്ക്ക് എറണാകുളത്തിന് പോകാനോടോ? 20 രൂപയ്ക്ക് എറണാകുളത്തിന് പോവാം. പക്ഷെ ഇവിടെ വേണമെങ്കിൽ 30 രൂപ വേണം. വേറെ ആരും കൂട്ടി വിളിച്ചിട്ട് വന്നില്ലല്ലോ. ഇത് തന്നെ അതിന്റെ കാര്യം. 10 രൂപ വരും. 10 രൂപ വേണമെങ്കിൽ മേടിച്ചിട്ട് പോടോ. അങ്ങനെ പോയാൽ ശരിയാവാ. എന്റെ കാശ് തന്നിട്ട് പോടോ. കൈമ പിടിക്കേ. പിന്നെ എന്റെ കാല് പിടിക്കണോ? അപ്പൊ ഓട്ടോറിക്ഷക്കാരും പിടിച്ചു ചിലപ്പോ പിടിച്ചു പറിക്കും. നിന്നെ കൊണ്ട് ഈ പിടി പിടിക്കാൻ പറ്റുമോ? ഇല്ല, വിടില്ല. നിന്നോട് അവിടെ പറഞ്ഞ നിന്നെ ഞാൻ ശരിയാക്കി. അപ്പൊ നിനക്ക് പേടിയുണ്ടല്ലേ? ഇനി നിനക്ക് എത്ര രൂപ വേണം? 20 രൂപ അല്ലേ? ഇങ്ങോട്ട് വാ, തരാം. എന്താടാ എന്താടാ വേണ്ടേ? ഇങ്ങോട്ട് വാ, തരാം. വേണ്ട വേണ്ടെന്ന് വെക്കുമ്പോ നീയൊക്കെ വേണ്ട വേണ്ടെന്ന് വെക്കുമ്പോഴേ ഇവനൊക്കെ. ആ പേരെന്താന്നാ പറഞ്ഞത്? KK ജോസഫ്. അതല്ലടോ ആ സ്ത്രീയുടെ പേര്. അതൊന്നും എനിക്ക് മാധവിയമ്മ. മാധവിയമ്മ. അച്ഛനെ, ഇവിടെ ഈ മാധവിയമ്മയുടെ വീട്. ദൈവമേ, ഇത് ആരായത്? എന്നെ പറ്റി പോയി അയലോട് ചോദിക്കുന്നേ. അതെ, ഈ പട്ടാളം മാധവിയമ്മയുടെ വീട്. പട്ടാളം മാധവമ്മയുടെ വീട് അറിയോ ചേട്ടാ? പൊട്ടന. എവിടുന്നാ നിങ്ങളെ ഇങ്ങോട്ട് കെട്ടിയെടുത്ത്? എന്നെ പറ്റി പോയി അയലോട് ചോദിക്കാൻ. അയ്യോ, മാധവിയമ്മയാണോ? അല്ല, മാധവി അപ്പൻ. പോയി ചോദിക്കാൻ വേറെ ആരെയും കണ്ടില്ല അല്ലേ? ആ റാവുത്തക്കാണോ പോയി ചോദിക്കുന്നേ? ആ റാവുത്തക്കാണോ പോയി ചോദിക്കുന്നതെന്ന്? ഏത് റാവുത്തര്? എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? ഇത്തിരി വെള്ളം ഉണ്ടാവോ കുടിക്കാൻ? വെള്ളം കുടിക്കാനാണോ ഇത്ര കഷ്ടപ്പെട്ട് ഇങ്ങോട്ട് കയറി വന്നത്? അല്ല, ഞങ്ങള് എരുമേലി പറഞ്ഞിട്ട് വന്നതാണ്. എന്താ തിരുമേലി പറഞ്ഞിട്ട് വന്നതാണോ? ക്ഷമിക്കണം കേട്ടോ, എനിക്ക് ആള് മനസ്സിലായി. അത് സാരമില്ല. ഇങ്ങോട്ടിരുന്നാട്ടെ, ഞാനിപ്പോ പറയാം കേട്ടോ. ആ കൊച്ചന് എന്ത് വിചാരിക്കുവോ ആവോ? ഏത് കൊച്ചൻ? നമ്മൾ ആ എരുമേലിയോട് പറഞ്ഞയച്ചിരുന്നില്ലേ അമ്മേ, ഉണ്ണിമോക്കൊരു ചെറുക്കനെ നോക്കണമെന്ന്? ദേ പറഞ്ഞു വിട്ടിരിക്കുന്നു, നല്ല കലക്കനൊരു ചെറുക്കനെ. ആരാടാ നിങ്ങൾ? ചോദിച്ചത് കേട്ടില്ലേ? റാവുത്തണ്ണ, ഇവര് വേറെ ആരുമല്ല, എന്റെ ഉണ്ണിമോളില്ലേ, ഉണ്ണിമോളെ കാണാൻ വന്നതാ. പെണ്ണ് കാണാൻ വന്നിരിക്കുന്നതാ. ആണോടാ? ഇതാണ് ചെറുക്കൻ. ഇരുന്നാട്ടെ റാവുത്തണ്ണ, കുടിക്കാൻ എന്തെങ്കിലും. റാവുത്തണ്ണ പോട്ടെ. പിശാച്ചാ പിശാച്ച്. നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. ഇരുന്നാട്ടെ, ഞാൻ ഇപ്പൊ വരാം കേട്ടോ. എന്തിനാണോ പറഞ്ഞത് ഞാൻ പെണ്ണ് കാണാൻ വന്ന ചെറുക്കനാണെന്ന്? എന്റെ സ്വാമി, ആ സ്ത്രീ ഒരു നമ്പർ ഇട്ടതല്ലേ നമ്മൾ അയാളിൽ നിന്ന് രക്ഷിക്കാൻ. ആണോ? പിന്നെ അല്ല, ഇനി അവര് ശരിക്ക് വിചാരിച്ചിട്ടുണ്ടാവോ നമ്മൾ പെണ്ണ് കാണാൻ വന്ന ആൾക്കാരാണെന്ന്? അങ്ങനെ വിചാരിച്ചിട്ടുണ്ടാവോ? ഉണ്ടാവോ? എന്താ നിങ്ങളോട് ചെയ്യുന്നത്? ഞങ്ങൾക്കിവിടെ പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാനുള്ള സൗകര്യങ്ങൾ വളരെ കുറവാണ്. അത് ഉണ്ടാക്കുകയാണ്. ഇവിടെയാണോ അതൊക്കെ ഉണ്ടാക്കണത്? കേരള വണ്ടിയിലേക്ക്.
എന്താ അതിനകത്ത് അതിനുള്ള സൗകര്യം ഉണ്ടാവോ? നിർത്തണം. നിങ്ങളിതൊക്കെ ഉണ്ടാക്കേണ്ടത് നിങ്ങളുടെ കോളനിയിലാണ്, അല്ലാണ്ട് വല്ലവരുടെ സ്ഥലത്തല്ല. വല്ലവരുടെ സ്ഥലം? അതെ, ഇത് കൽക്കട്ട കമ്പനി വക സ്ഥലമാണ്. ഇത് കയ്യേറിയതിന് നിങ്ങൾ അറസ്റ്റ് ചെയ്യാൻ വന്നിരിക്കുക. എന്താ എന്താ നമ്മുടെ സ്വാമിയെ പോലീസ് പിടിച്ചോണ്ട് പോണോ? അയ്യോ, എന്തിന്? ആ കമ്പനിക്കാരുടെ സ്ഥലം കയ്യേറിയെന്നും പറഞ്ഞ്. അവന്മാരെ അത്തുകായോ? വരില്ല, നടക്കി. നമ്മുടെ സ്വാമിയെ പോലീസ് പിടിച്ചോണ്ട് പോയി. നമുക്ക് കക്കൂസ് കെട്ടാൻ പോയതാണ് സ്വാമി. എന്നിട്ട് കമ്പനിക്കാരുടെ സ്ഥലം കയ്യേറിയെന്നും പറഞ്ഞ് പോലീസും കൂടി പിടിപ്പിച്ചിരിക്കുന്നു. വല്ലവരുടെ സ്ഥലത്ത് നിന്ന് കയറാൻ അവനോട് ആരാ പറഞ്ഞത്? ആവശ്യമില്ലാത്ത പണിക്ക് പോയിട്ടല്ലേ? 2 ദിവസത്തോടെ കിടക്കട്ടെ. സ്വാമി, സ്വാമി, ദേ വന്നു. ഫയലടിക്കാനുള്ള സാധനങ്ങളും വന്നു, ആളുകളും വന്നു, പണിയും തുടങ്ങി. ജോസഫേ, സ്വാമി, കോളനിയുടെ അടിത്തറ ഇളകി തുടങ്ങിയടോ. ഇനിയാണ് ഈ കൃഷ്ണമൂർത്തിയെ കോളനിക്കാർ ശരിക്കും അറിയാൻ പോകുന്നത്. നിർത്താനല്ലേ പറഞ്ഞത്? ഈ ഭൂമിയിൽ ഇങ്ങനെ അടിക്കാനും എടുക്കാനൊന്നും പറ്റില്ല. തൊട്ടടുത്ത് 100ഓളം കുടുംബങ്ങൾ താമസിക്കുന്ന കോളനിയാണ്. ഇവിടെ ഇങ്ങനെ ഫയലടിക്കാൻ പറ്റില്ല. ഇവിടെ കോളനി ഉണ്ടെന്ന് വെച്ച് ഞങ്ങൾക്ക് കൺസ്ട്രക്ഷൻ നടത്തണ്ടേ? ഇതൊരു കൺസ്ട്രക്ഷൻ. നിർത്താൻ പറയണം. കമ്പനി എന്ന് പറയാൻ നിർത്താൻ പറ്റില്ല. കമ്പനി താരം താഴെ കാണിക്കുന്നത്. സ്വാമി കമ്പനിക്കാരുമായിട്ട് പോയി ബഹളമായി. അവരുടെ പണി നമ്മൾ തടയണമെന്ന്. അവിടെ പണി നടത്താൻ പാടില്ല എന്ന്. ആ സ്വാമിയെ വേഗം ഒതുക്കില്ലെങ്കിൽ പോലീസും പട്ടാളൊക്കെ കോളനിയിലേക്ക് വരും. ഞാനാരുമല്ല. എനിക്ക് ഈ കോളനിയില് സ്വന്തക്കാരും ബന്ധക്കാരും ആരുമില്ല. എന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു അപകടം വരുമ്പോ ഞാൻ കൈ കെട്ടി നോക്കിക്കണോ? നിങ്ങൾക്കറിയില്ല, ഇവർ ഈ ഇടിക്കുന്ന ഓരോ ഇടിയും നമ്മുടെ കോളനിയിലെ കെട്ടിടങ്ങളുടെ അടുത്താണ് ഇളക്കുന്നത്. 10-50 കൊല്ലം പഴക്കമുള്ള കെട്ടിടങ്ങളാണ് ആ കോളനിയിലുള്ളത്. അടുത്ത ഭൂമിയിൽ പൈലിംഗ് ഉണ്ടെന്ന് വെച്ച് പാതാളം വരെ ഇങ്ങനെ ഇടിച്ചു കുലിക്കാൻ ആ കെട്ടിടങ്ങൾ അത് താങ്ങില്ല. അത് ഇടിഞ്ഞു വീഴും. ഒടുവിൽ ഒരു രാത്രി വെളുക്കുന്നത് ഈ കോളനിയെ ശവപ്പറമ്പാക്കിയിട്ടായിരിക്കും. ഞാനീ പറയുന്നത് നുണയാണെങ്കിൽ അവര് പറയട്ടെ. പൈലിംഗ് കൊണ്ട് ഇവിടുത്തെ കെട്ടിടങ്ങളുടെ അടിത്തറ ഇളകിയില്ലെന്ന് അവര് പറയട്ടെ. അവരോട് ചോദിക്കേ.
അല്ല നിർത്തി. കൃഷ്ണമൂർത്തിക്ക് 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 കൃഷ്ണമൂർത്തി സ്വാമിക്ക് കൃഷ്ണമൂർത്തി വിളിക്കടോ റാവുത്തർക്ക് ജയ്. റാവുത്തർക്ക് 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 ഇരുമ്പ് ജോണിക്ക് ഇരുമ്പ് ജോണിക്ക് സ്രാങ്കിക്ക് 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 റാവുത്തർക്ക്. റാവുത്തരെ, നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് പറ. എന്തെങ്കിലും ഒന്ന് പറ. അവന്മാര് പോലീസിനെയും കൊണ്ടുവന്ന് പണി തുടങ്ങിയ പ്രശ്നമാണ്. നീ പോയി അവനോട് ഇങ്ങോട്ട് വരാൻ പറ, ആ സ്വാമിയോട്. എന്താ? നീ പോയി അവന്മാരോട് ഒന്നുകൂടി സംസാരിക്കണം. ഞങ്ങൾക്ക് വാവുകൊണ്ട് പറയാൻ അറിയില്ല, കൈകൊണ്ട് പറയാനേ അറിയുള്ളൂ. നീ ഒന്ന് പറ, കേട്ടില്ല ഞങ്ങൾ പറഞ്ഞോളാം. വിയറ്റ്നാം കൊല്ലിക്ക് വിയറ്റ്നാം കൊല്ലിക്ക് വിയറ്റ്നാം കൊല്ലിയെ തൊട്ട് കളിച്ചാൽ അക്കളി തീക്കളി പോലീസ് വിയറ്റ്നാം കൊല്ലിയെ തൊട്ട് കളിച്ചാൽ അക്കളി തീക്കളി പോലീസ് വിയറ്റ്നാം കൊല്ലിയെ തൊട്ട് കളിച്ചാൽ അക്കളി തീക്കളി പോലീസ് പുല്ലാണ് പുല്ലാണ് പോലീസ് പട്ടാളം പുല്ലാണ്. നിർത്ത്. എന്താ നിങ്ങളുടെ ഉദ്ദേശം? ഈ പണി തടയാനാണെങ്കിൽ അത് സാധ്യമല്ല. ഇത് കമ്പനിക്കാരുടെ സ്ഥലമാണ്. അവർക്ക് പണി നടത്താൻ പോലീസ് പ്രൊട്ടക്ഷൻ ആവശ്യമാണെന്ന് വന്നാൽ ഞങ്ങൾക്ക് കൊടുക്കാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇത് തടയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോടതിയിൽ സ്റ്റേ മേടിച്ചുകൊണ്ട് വരണം. സ്റ്റേ മേടിക്കുന്നത് ഏത് വകുപ്പിലാ? വല്ലവരുടെയും കെട്ടിടത്തിൽ വാടക കൊടുക്കാതെ കയ്യേറി താമസിക്കുന്നവര് ഏത് വകുപ്പിലാ സ്റ്റേ മേടിക്കുന്നത്? മിസ്റ്റർ തോമസ്, നിങ്ങളൊരു വക്കീല് മാത്രമല്ലേ, അല്ലാതെ കോടതിയൊന്നുമല്ലല്ലോ. നിങ്ങൾ ഞങ്ങളെ നിയമവും വകുപ്പും കോടതി ഒന്നും പഠിപ്പിക്കേണ്ട. ഈ മണ്ണിൽ ജനിച്ചു വളർന്ന മനുഷ്യരാണിവർ. അവർക്ക് ഇവിടെ താമസിക്കാനുള്ള അവകാശം നിഷേധിക്കുന്നത് ഏത് വകുപ്പാണ്, ഏത് കോടതിയാണ്? ശരിയാണ്, നിങ്ങൾ പറയുന്നത് സത്യമാണ്. ഞങ്ങളുടെ ഈ പയരും കൊണ്ട് നിങ്ങൾക്ക് നാശനഷ്ടം ഉണ്ടാവാം. നിങ്ങളുടെ കെട്ടിടങ്ങൾ ഇടിഞ്ഞു വീഴും, അതൊക്കെ വാസ്തവം തന്നെ. എന്ന് വെച്ച് ഞങ്ങൾക്കിവിടെ കൺസ്ട്രക്ഷൻ നടത്താതിരിക്കാൻ പറ്റുമോ? അതുകൊണ്ട് നിങ്ങൾക്കുണ്ടാകുന്ന സകല നാശനഷ്ടങ്ങൾക്കും ഞങ്ങൾ നഷ്ടപരിഹാരം തരാൻ തയ്യാറുമാണ്. നിങ്ങൾ എന്ത് തരുമെന്നാ? ഇടിഞ്ഞു വീഴുന്ന കെട്ടിടങ്ങൾ ഒരുപക്ഷെ കെട്ടിത്തരാൻ പറ്റുമായിരിക്കും. ഒരു ജീവൻ നഷ്ടപ്പെട്ടാലോ അത് തിരിച്ചറിയാൻ നിങ്ങൾക്ക് പറ്റുമോ? പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യണമെന്നാ പറയുന്നത്? നിങ്ങൾ കൂടുതലായി ഒന്നും ചെയ്യണ്ട, പണി നിർത്തിയാൽ മതി. അത് പറ്റില്ല എന്ന് പറഞ്ഞില്ലേ? വേണമെങ്കിൽ ഞങ്ങളൊരു കാര്യം ചെയ്യാം. നിങ്ങൾ എന്തിനു വേണ്ടിയാ മൂസ സെറ്റുമായി കേസ് പറയുന്നത്? 3 സെന്റ് സ്ഥലം വേണമെന്ന് പറഞ്ഞല്ലേ? അത് തരാൻ ഞങ്ങൾ തയ്യാറാണെങ്കിലോ? മൂസ സെറ്റിന്റെ കയ്യിൽ നിന്ന് ഈ സ്ഥലം ഞങ്ങൾ മേടിച്ചോളാം. ഇവിടുത്തെ കെട്ടിടങ്ങൾ നിങ്ങൾക്ക് പൊളിച്ചോണ്ടും പോവാം. പറ, നിങ്ങളുടെ തീരുമാനം എന്താ വെച്ചാ പറ. അതിന് മറുപടി പറയേണ്ടത് ഞാനല്ല, ഇവരാണ്. ഇവരുടെ നേതാക്കന്മാരാണ്. അവരുമായി ആലോചിച്ചതിന് ശേഷമേ അതിന് മറുപടി പറയാൻ പറ്റൂ. മതി, അതുവരെ ഞങ്ങൾ വെയിറ്റ് ചെയ്യാം. ഈ പണി ഞങ്ങൾ നിർത്തിവെക്കാം. ഒരു ഇപ്പൊ കമ്പനി നമുക്ക് വെച്ച് നീട്ടിയിരിക്കുന്ന ഈ 3 സെന്റ് സ്ഥലം ഇവിടെ ഒരാളും മേടിക്കരുത് എന്ന് റാവുത്തരും ജോണും ഷ്രാങ്കും പറയുന്നതിൽ കാര്യമുണ്ട്. അതുപോലെ തന്നെ മൂസ സേട്ടുവുമായിട്ടുള്ള കേസിൽ നമ്മൾ ജയിച്ചാലും കിട്ടാൻ പോകുന്നത് ഇതേ 3 സെന്റ് തന്നെയല്ലേ എന്ന് നിങ്ങൾ ചോദിക്കുന്നതിലും കാര്യമുണ്ട്. പക്ഷെ ഞാൻ പറയുന്നത് നമ്മൾ ജോണും ഷ്രാങ്കും റാവുത്തരും പറയുന്നത് അനുസരിക്കണമെന്നാണ്. കമ്പനി ഇപ്പൊ വേറെ സ്ഥലം തരാമെന്ന് സമ്മതിച്ചിരിക്കുന്നത് അത് നമ്മുടെ അവകാശമാണ് എന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല, നമ്മുടെ ഈ ശക്തിയും യോജിപ്പും കണ്ട് പേടിച്ചിട്ടാണ്.
അല്ലെങ്കിൽ ഇത്രയും കാലം കേസ് പറഞ്ഞിട്ടും ഒരു നുള്ളു മണ്ണ് പോലും തരില്ല എന്ന് പറഞ്ഞിരുന്നവർ ഇപ്പൊ എല്ലാ അവകാശവും തരാമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഈ ശക്തിയും യോജിപ്പും എന്നും ഉണ്ടാവണം. അല്ലാതെ ഇപ്പൊ തരുന്ന 3 സെന്റ് സ്ഥലവും വാങ്ങിച്ചുകൊണ്ട് നമ്മൾ എങ്ങോട്ടെങ്കിലും ഛിന്ന ഭിന്നമായി പോയാൽ നഷ്ടപ്പെടാൻ പോകുന്നതും ഇതേ ശക്തിയും യോജിപ്പും തന്നെയാണ്. ഇപ്പോ നമ്മൾ കമ്പനിയോട് ആവശ്യപ്പെടേണ്ടത് ഇതാണ്: നമുക്ക് 3 സെന്റ് സ്ഥലം വീതം മാത്രം തന്നാ പോരാ എന്നും അതൊന്നായിട്ട് തരണമെന്നും അവിടെ താമസിക്കാൻ ഇതുപോലൊരു കോളനി പണിത് തരണമെന്നും പറയണം. ഈ റാവുത്തരും ജോണും ശ്രാങ്കും എല്ലാം നമ്മുടെ നേതാക്കന്മാരായിട്ട് അവിടെയും ഉണ്ടാവണം. എന്ത് പറയുന്നു? സാധ്യമല്ല. കമ്പനി തരുന്ന 3 സെന്റും മേടിച്ച് ഞങ്ങൾ എങ്ങോട്ടെങ്കിലും പൊക്കോളാം. ഈ ദുഷ്ടന്മാരുടെ കൂടെ ജീവിക്കാൻ ഇനി ഞങ്ങൾക്ക് വയ്യ. ഈ കോളനി ഇവിടെ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പറിച്ചു തരണമെന്ന് പറയുന്നത് ഇവന്മാർക്ക് അവിടെയും പിരിവ് നടത്തി ജീവിക്കാനാ. സകല വൃത്തികേടുകളും ചെയ്യാൻ സ്ഥലമുണ്ടാക്കാനാ. ഇത്രയും കാലം ഞങ്ങൾ ഇത് സഹിച്ചു, ഇനി സഹിക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല. എല്ലാരോടും കൂടിയാ പറയണത്. ഈ കോളനി ഇവിടെ നിന്ന് വേറൊരിടത്തേക്ക് മാറ്റിത്തരാൻ ഞാൻ കമ്പനിയോട് പറയാൻ പോവുക. കമ്പനി അതിന് തയ്യാറായാൽ എല്ലാരും ഇവിടെ നിന്ന് ഒഴിയും. മനസ്സിലായോ? പോയിക്കോ, പോയിക്കോളാൻ. ആ പക്ഷെ ഞാൻ പറയുന്നത് അവരുടെ ഈ ഡിമാൻഡ് നമ്മൾ അംഗീകരിക്കാൻ പാടില്ല എന്നാണ്. താൻ എന്താണോ ഈ പറയുന്നത്? ഇത്രയും നാൾ അവരെ കൊണ്ടൊന്ന് സമ്മതിപ്പിക്കാൻ നടന്നിട്ട് ഇപ്പൊ അവര് നമ്മുടെ വഴിക്ക് വന്നപ്പോ സാർ ഇയാൾക്ക് എന്താ വട്ടുണ്ടോ? എന്താ മിസ്റ്റർ കൃഷ്ണമൂർത്തി ഇത്? നമ്മൾ അവർക്ക് കൊടുക്കാൻ തീരുമാനിച്ച കാര്യങ്ങൾ തന്നെയല്ലേ അവരിപ്പോ ഇങ്ങോട്ട് ഡിമാൻഡ് ചെയ്തിട്ടുള്ളൂ. പിന്നെന്താ സാർ, കോളനിക്കാരെ എനിക്കറിയാവുന്നതുപോലെ നിങ്ങൾക്ക് ആർക്കും അറിയില്ല. ഇന്ന് നമ്മൾ ഇത് അംഗീകരിച്ചു കൊടുത്താൽ നാളെ അവരുടെ ഡിമാൻഡ് വേറൊന്നായിരിക്കും, അടുത്ത ദിവസം മറ്റൊന്നായിരിക്കും. മാത്രമല്ല, നമ്മൾ ഇത് അവർക്ക് വെച്ച് നീട്ടുന്ന ഔദാര്യമായിട്ട് ഒരിക്കലും അവർക്ക് തോന്നരുത്. നമ്മുടെ കയ്യിൽ നിന്ന് ബലമായിട്ട് മേടിച്ചെടുക്കുന്ന അവകാശമായിട്ടാണ് അവർക്ക് തോന്നേണ്ടത്. നാളെ നിങ്ങൾ രണ്ടുപേരും കോളനിയിലേക്ക് വരണം. എന്നിട്ട് അവരുടെ മുമ്പിൽ വെച്ച് പറയണം അവരുടെ ഈ ഡിമാൻഡ്സ് ഒന്നും അംഗീകരിക്കാൻ പറ്റില്ല എന്ന്. താനെന്താ ഞങ്ങളെ കോളനിയിൽ കൊണ്ടുപോയി കൊലിക്കൊടുക്കാൻ പോകുന്നു? ഒന്നും ഉണ്ടാവില്ല സാർ, ധൈര്യമായിട്ട് വരണം. ഞാനില്ലേ അവിടെ. നിങ്ങളുടെ തീരുമാനം ഇനിയും പറഞ്ഞില്ല. ഞങ്ങൾ ഇവിടുന്ന് ഒഴിഞ്ഞു പോകാൻ തയ്യാറാണ്. പക്ഷെ ഞങ്ങൾക്ക് 3 സെന്റ് സ്ഥലം വീതം തന്നാ മാത്രം പോരാ. പിന്നെ ആ സ്ഥലത്ത് ഞങ്ങൾക്ക് താമസിക്കാൻ വീടുകളും പണിത് തരണം. എന്താ നിങ്ങൾ ഈ പറയണത്? ഇവിടെ ഉള്ളവർക്ക് ഞങ്ങൾ വീട് പണിത് തരണമെന്നോ? അതെ, കാരണം അതൊന്നും നടക്കുന്ന കാര്യമല്ല. താമസിക്കാനുള്ള സ്ഥലം തരാം, അല്ലാതെ അവിടെ വീട് വെച്ച് തരാനൊന്നും കമ്പനിക്ക് പറ്റില്ല. എങ്കിൽ നമുക്കിതിവിടെ വെച്ച് അവസാനിപ്പിക്കാം. ഇനി നിങ്ങൾ നിങ്ങളുടെ പണി നോക്കിക്കോ, ഞങ്ങളുടെ പണി ഞങ്ങൾ നോക്കിക്കോളാം. സ്വാമി, ഇതൊക്കെ ഞങ്ങളെ ഉപയോഗിപ്പിക്കണോ?
വണ്ടി എടുക്കണോ? അറിയാമോ, ഈ വാതിലൊരു ചരിത്രമുണ്ട്. ഒരിക്കൽ ഇത് ആരുടെയും മുന്നിൽ അടഞ്ഞാൽ പിന്നെ അവൻ പുറലോകം കാണില്ല. ഇറങ്ങാമോ? ഇപ്പൊ സാറുമാർക്ക് മനസ്സിലായി കാണുമല്ലോ ഈ കോളനിക്കാരുടെ ശക്തി എന്താണെന്ന്. ഇതിൽ ഇവിടുള്ള മുഴുവൻ താമസക്കാരും ഒപ്പിട്ടിട്ടുണ്ട്. ഇവിടെ നിന്ന് ഒഴിഞ്ഞു തരാമെന്ന് ഇവരെല്ലാവരും സമ്മതിച്ചിട്ടുണ്ട്. അതുപോലെ ഇതിൽ നിങ്ങൾ ഒപ്പിട്ട് തരണം. കോളനിക്കാർക്ക് മുഴുവൻ വീട് കെട്ടിക്കൊടുക്കാമെന്ന് സമ്മതിച്ച് ഇതിൽ ഒപ്പിട്ട് തരണം. ഒപ്പിടണം സാർ.